സഹോദരങ്ങളെ, ഓരോ മഴക്കാലവും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കകളുടെ ഒരു കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 ദിവസം നിർത്താതെ മഴ പെയ്താൽ നമുക്കൊരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഓരോ മഴക്കാലത്തും വലിയ ദുരന്തങ്ങളെ നമ്മുടെ നാട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട് ദുരന്തത്തെ വായിച്ചവരും അവിടെ പോയി സന്ദർശിച്ചവർക്കും അറിയാം, നമ്മൾ വാർത്തകളിൽ കണ്ടതിനേക്കാൾ, നമ്മൾ വായിച്ചതിനേക്കാൾ എത്ര ഭീകരമായിരുന്നു ആ അവസ്ഥ എന്ന്. 2018 പ്രളയം, അതിലൂടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ, അത് ഉയർത്തിയ ഭീകരത നമ്മൾ അനുഭവിച്ചതാണ്. ഒരുപാട് കാലം കഴിഞ്ഞിട്ടൊന്നുമില്ല. അതിനുശേഷം പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു നിര തന്നെ ഓരോ വർഷവും ഓരോ മഴക്കാലത്തും മലയാളികളായ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ കാലത്ത് ജീവിക്കുന്ന, ഈ വാർത്തകൾ കണ്ടുകൊണ്ട്, വായിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഓരോ ദുരന്തങ്ങളിലും നൂറുകണക്കിന് ആളുകൾ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുരന്തങ്ങൾക്കിരകളായി. ഓരോ മഴക്കാലത്തും നമ്മളിലേക്ക് വരുന്ന ആശങ്കയുടെ മറ്റൊരു കാർമേഘമായി ഇപ്പോൾ മുല്ലപ്പെരിയാറും വർഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ചർച്ചയും അതിന്റെ ബലക്ഷയത്തെ കുറിച്ചും അതിൽ നിന്ന് ലീക്കായിക്കൊണ്ടിരിക്കുന്ന സുർക്കി മിശ്രിതത്തെ കുറിച്ചും അതിന്റെ കരാറിനെ കുറിച്ചും അതുയർത്തുന്ന അതിന്റെ എഞ്ചിനീയറിംഗ് വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ട്രക്ചറൽ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചർച്ചകളും നമ്മളുടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ കൂടുതലായി സമൂഹ മാധ്യമങ്ങളിലും രൂക്ഷമായ ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും ഇടയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉയർത്തുന്ന നമ്മുടെ മനസ്സുകളിൽ ഈ കേരളത്തിൽ ജീവിക്കുന്ന, പ്രത്യേകിച്ച് ഇടുക്കിയിൽ ജീവിക്കുന്ന, ഇടുക്കിക്ക് ചുറ്റുമുള്ള ജില്ലകളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ മഴക്കാലത്തും ഈ ചർച്ച ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. എന്തുകൊണ്ടാണ് ഇതിന്റെ ഈ സ്ട്രക്ചറൽ വിഷയത്തിലുള്ള പോരായ്മകളെ കൃത്യമായി നമ്മളുടെ കോടതികളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്ന് പലപ്പോഴും അത്ഭുതത്തോടുകൂടി ഓർത്തു പോകാറുണ്ട്. ഇത് ഇത്ര വലിയൊരു പ്രശ്നമായി നിലനിൽക്കുമ്പോൾ, ഇത്രയധികം ചർച്ചകൾ നടക്കുമ്പോൾ, ഇത്രയധികം വാഗ്വാദങ്ങൾ നടക്കുമ്പോൾ, കേരളത്തിലെ രാഷ്ട്രീയവും അല്ലാത്തതുമായ പല വിഷയങ്ങളെയും ഗതി തിരിച്ചു വിടുന്ന ഒരു ചർച്ചയായി ഇതിങ്ങനെ കത്തി നിൽക്കുമ്പോൾ നിരന്തരം നമുക്ക് സുപ്രീം കോടതിയിൽ തിരട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതികളെ നമുക്ക് ഇതൊന്ന് ബോധിപ്പിക്കാൻ സാധിക്കുന്ന നിലയിൽ പ്രസന്റ് ചെയ്യാൻ, ഞാനതിന്റെ സ്ട്രക്ചറൽ വിഷയം പറയാം. വൈകാരികമായ ആശങ്കയും അത് ഉയർത്തുന്ന ഭയവും പേടിയും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിലും നന്നായി തമിഴ്നാട്ടിലെ ജനങ്ങൾ വൈകാരികമായി ഇതിനെ ഏറ്റെടുക്കുന്നുണ്ട്. അത് കൃത്യമായി നോക്കുക. കുമളി വഴി ഒന്ന് കമ്പം വരെ യാത്ര ചെയ്താൽ മനസ്സിലാവും. പലതിനെയും ഗതിമാറ്റി വിടുന്ന ചർച്ചയായി ഇത് നിലനിൽക്കുമ്പോഴും നമുക്കിത് ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇനി അതല്ല, അങ്ങനെയൊന്നും വലിയ ആശങ്കപ്പെടേണ്ട കാര്യമല്ല ഇത്. അല്ല എങ്കിൽ ഇങ്ങനെയൊന്നും ആശങ്കപ്പെടണ്ട എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളോട് പറയാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ ഇനി ഇതിന്റെ ഒരു വൈകാരിക തലമുണ്ട്. ആ വൈകാരിക തലം എന്ന് പറഞ്ഞാൽ ഓരോ മഴക്കാലത്തും നമ്മളിലേക്ക് ഇരച്ച് കയറി വരുന്ന ആശങ്കയുടെ, ഭയത്തിന്റെ ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഞാനും നിങ്ങളും ആ ഭയത്തിന്റെ അവസ്ഥകളാണ്. ഒരു നിലയിലല്ലെങ്കിൽ മറ്റൊരു നിലയിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഏതെങ്കിലും പാനിക്കാക്കുന്ന വാർത്തകളും ഭയവിഹ്വലതയുടെ, വൈകാരികതയുടെ
നമുക്ക് ചിന്തിക്കാനാവുന്നതിനപ്പുറത്തേക്കുള്ള ആ ഒരു തലമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളെല്ലാം അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ആ വിഷയത്തിലും കേരളം പുറകിലാണ്. ആ വിഷയത്തിലും നമ്മുടെ നാട് പരാജയത്തിലാണ്. നമ്മുടെ തേനി കമ്പം ഭാഗത്ത് തിരുമുന്ന ഒരു മനുഷ്യനുണ്ട്, അറിയോ? അവിടെ കുറെ പേരുണ്ട്. കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നാൽ വളരെ എളുപ്പത്തിൽ ഫലം കിട്ടുന്ന നാട്ടൻ ഒരു നാടുവൈദ്യവുമായി നിൽക്കുന്ന ആളുകൾ. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരാവശ്യത്തിന് ഞാനും അവിടെ പോയിരുന്നു, നമ്മുടെ വൈഫിന്റെ ഒരാവശ്യവുമായി ബന്ധപ്പെട്ട്. അവിടെ ദൈവങ്ങളുടെ പദങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറി, അപ്പോഴും ദൈവങ്ങളുടെ പടങ്ങൾ അവിടെ മുകളിൽ വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടുകാർ ആരാധിക്കുന്ന, കമ്പത്തുള്ളവർ ആരാധിക്കുന്ന വിവിധങ്ങളായ ദൈവങ്ങളുടെ പടങ്ങൾ. ആ പടങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു പടം കാണാൻ കഴിയും. ദൈവങ്ങളുടെ പടത്തിന്റെ കൂടെ ഒരു സായിപ്പിന്റെ പടം. ആ സായിപ്പിന്റെ പേര് ജോൺ പെന്നിക്വിക്ക് എന്നാണ്. ജോൺ പെന്നിക്വിക്ക് എന്നയാൾ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചയാളാണ്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച സായിപ്പിന്റെ ഫോട്ടോയെ ഇത് ഏതോ ഒരു വലിയ യാഥാർത്ഥ്യം ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം അവതരിപ്പിക്കണമെന്നല്ല. നിങ്ങൾ വെറുതെ ഈ കുമളിയിൽ നിന്ന് കമ്പം വരെ അല്ലെങ്കിൽ പോകുന്ന വഴികളിലൂടെ ഒന്ന് ചായക്കടകളിൽ കയറിയാൽ മതി. ജോൺ പെന്നിക്വിക്കിനെ അവർ കാണുന്നത് ദൈവങ്ങളുടെ കൂട്ടത്തിലാണ്, ദൈവതുല്യനായിട്ടാണ്. വൈകാരികമായി അത്രത്തോളം ആശങ്കയുടെ വിഷയത്തിലും ദൈവതുല്യമായി ജോൺ പെന്നിക്വിക്കിനെ കാണുന്ന ഒരു ജനതയുടെ മാനസിക നിലയും രണ്ടും നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്ക്. മുല്ലപ്പെരിയാർ നിർമ്മിച്ച ജോൺ പെന്നിക്വിക്ക് എന്ന വിശ്വോത്തര എഞ്ചിനീയർ 50 വർഷത്തെ കാലാവധി പറഞ്ഞു. 137 വർഷമായിട്ട് അതിന് വലിയ കാര്യമായ കേടുപാടില്ലാതെ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെറിയാളല്ല, അദ്ദേഹം സാധാ മനുഷ്യനല്ല. അദ്ദേഹത്തിന് വളരെ ശക്തമായ ആ വിഷയത്തിലുള്ള ആഴത്തിലുള്ള അറിവും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മക്കൾക്കോ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി വായിക്കണം. വെറുതെ ജോൺ പെന്നിക്വിക്കിന്റെ ഫാമിലി എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺസിനെ കുറിച്ച് വെറുതെ ഒന്ന് വായിച്ചാൽ മതി. ഇന്നും ആ മേഖലയിൽ കൃത്യമായ നിലയിൽ വിവരവും ഗ്രാഹ്യവും ഉള്ളവർ. സഹോദരങ്ങളെ, വൈകാരിക തലത്തിലും നമ്മൾ പുറകിലാണ്. തമിഴ്നാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ വെള്ളം നൽകിയ ആ മനുഷ്യനെ കാണുന്നത്, തമിഴ്നാടുകാർക്ക് സുലഭമായി കൃഷി ചെയ്യാൻ വെള്ളം നൽകിയ ആ മനുഷ്യനെ കാണുന്നത് ദൈവങ്ങളുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് സ്ട്രക്ചറൽ വിഷയത്തിലും വൈകാരിക വിഷയത്തിലും നമ്മൾ പുറകിലാണ്. അത് പേടിയുടെ ഭാഗമാണെങ്കിലും ആശങ്കയുടെ ഭാഗമാണെങ്കിലും ഇനി അതല്ല പരസ്പര സ്നേഹത്തിന്റെ വിശ്വാസതയുടെ ഭാഗത്തിലാണെങ്കിലും ഒക്കെ ഏത് വിധേയത്വത്തിന്റെ പേരിലാണെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജുചേട്ടൻ അദ്ദേഹത്തിന്റെ ആമുഖ പ്രഭാഷണത്തിൽ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവസാന വരികളാണ് ഞാൻ കേട്ടത്. ഈ ആശങ്ക ഒന്ന് പങ്കുവെക്കുക, ആശങ്ക ഒന്ന് എത്തിക്കേണ്ടവരത്തേക്ക് എത്തിക്കുക. സഹോദരങ്ങളെ, ആശങ്ക എത്തേണ്ടവിടത്തൊക്കെ എത്തിയിട്ടുണ്ട്. അതാർക്കും മനസ്സിലാകാഞ്ഞിട്ടൊന്നുമില്ല. നമുക്കറിയാം, അടുത്ത മഴക്കാലം വരുമ്പോൾ നമ്മൾ പേടിക്കുന്നുണ്ട് അടുത്ത ഉരുളുപൊട്ടൽ എവിടെയാണ് എന്ന്. ഓരോ ദിവസവും നമ്മൾ ആശങ്കയിലാണ്. അതെവിടെയുമാകാം, എവിടെയുമാകാം. അതിന് മലയുള്ള സ്ഥലമാകണമെന്നില്ല, അതിന് അരുവികൾക്ക് കീഴെയാകണമെന്നില്ല. ഇതും ഒരു ആശങ്കയായി ഇങ്ങനെ നിലനിൽക്കും. സാധാരണ പറയാറുള്ളത് പോലെ പടച്ചവന്റെ സഹായം കൊണ്ടത് പൊട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇന്നാണെന്ന് തോന്നുന്നു ചപ്പാത്തിൽ ഒരു സർവമത പ്രാർത്ഥന യോഗമുണ്ട്. സർവമത പ്രാർത്ഥനാ യോഗം എന്തിനാണെന്നറിയുമോ? മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഴുവൻ മതങ്ങളിലെയും ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാ മതങ്ങളും കൂടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും പ്രാർത്ഥനകൾ ആ വഴിക്ക് അങ്ങനെ നടക്കട്ടെ. പക്ഷെ നമ്മളുടെ ഈ ആശങ്കകൾ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഏതെങ്കിലും നിലയിൽ ഒന്ന് ഏറ്റെടുക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയംഗമായ പിന്തുണ ഈ വിഷയം ഉയർത്തിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ പ്രിയപ്പെട്ടവർക്ക്, സഹപ്രവർത്തകർക്ക്, അതിനോടൊപ്പം തൊടുപുഴയിലെ ഈ ഇരിക്കുന്ന പ്രമുഖരായ പൗരാവലി, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും
വളരെ ഹൃദയംഗമായി ബന്ധമുള്ളവരാണ്. ഓരോരുത്തരെയും അവർക്ക് ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വിഷയം ഏറ്റെടുത്തതിൽ സ്വാതന്ത്ര്യദിന സന്ദേശമായി വ്യാപാര വ്യവസായ സമിതി ഈ വിഷയം ഏറ്റെടുത്തതിൽ ഹൃദയംഗമായി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅ്വതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.